കേക്ക് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം മിക്കവർക്കും ഉണ്ടാവും അല്ലേ? പക്ഷേ ആദ്യമൊക്കെ ഉണ്ടാവും നമ്മൾ ഫ്ലോപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. ആദ്യമൊക്കെ അങ്ങനെയാണ്. പിന്നെ ഫ്ലോപ്പ് ആവാതെ ഞാൻ ചെയ്യുന്ന ഒരു റെസിപ്പി പറയട്ടെ. ഒരു 1/2 കിലോ വാനില സ്പഞ്ചിൻ്റെ റെസിപ്പിയാണ് ഇത്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് 250 ml ഈ ഒരു കപ്പിൻ്റെ സെറ്റ് മേടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അളവൊക്കെ ശരിയായിട്ട് വരും. പിന്നെ ഒരു കേക്ക് ടിൻ എടുക്കുക. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെയാണ് എടുത്തത്. എനിക്ക് അത്ര പൊക്കം വേണ്ടാത്തത് കൊണ്ടാണ്. അതിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മുട്ടയും വാനില എസൻസും പാലും ഒക്കെ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കുക. റൂം ടെമ്പറേച്ചർ ഉള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. ഞാൻ 1/4 കപ്പ് പഞ്ചസാര ഇവിടെ പൊടിച്ചെടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീമിലൂടെ വേണ്ടതാണ്. ഇതിൽ ഞാൻ സ്പഞ്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്നിട്ടൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് അരിപ്പ വെക്കുക. 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ് ഇത്രയും ഇട്ടിട്ട് 3 തവണ നല്ല രീതിയിൽ നമ്മളിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ 3 തവണ അരിക്കാൻ വേണ്ടി പറയുന്നത്. പിന്നെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്തുകൂടെ കൊടുക്കുക. എന്നിട്ട് അത് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് പുറത്ത് വെച്ച മുട്ടയുണ്ടല്ലോ, ഒരു പാത്രത്തിലോട്ട് 2 മുട്ട, 1/2 ടീസ്പൂൺ വാനില എസൻസ് ഇത്രയും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് രണ്ടും കൂടെ മിക്സ് ആവാൻ മാത്രം. നമ്മൾ ഈ കേക്കിന് എടുക്കുന്ന ഒരു പാത്രത്തിലും വെള്ളമയോ അങ്ങനെ ഒന്നും കാണാൻ പാടില്ല കേട്ടോ. കേക്ക് ഫ്ലോപ്പായി പോകും. നല്ല രീതിയിൽ വൃത്തിയുള്ള പാത്രം തന്നെ എടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്കൊരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, നമ്മൾ മൈദ എടുത്ത കപ്പിൻ്റെ സെയിം കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനൊരു 3 ബാച്ചായിട്ടാണ് ചേർത്ത് കൊടുത്തത്. ആദ്യം കുറച്ചിട്ടു, നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തു. ഇത് ഫുൾ മിക്സ് ആകത്തക്ക രീതിയിൽ. പിന്നെ അങ്ങനെ 2-3 ബാച്ചായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് സ്പീഡിലിട്ട് മാത്രമാണ് ഞാൻ അടിക്കാറ്. ഈ അവസാനം പഞ്ചസാര മൊത്തം ഇതിലേക്ക് ചേരുന്നിടം വരെ ഞാൻ ഫസ്റ്റ് സ്പീഡിലിട്ട് അടിച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെ സ്പീഡ് കൂട്ടി 2, 3, 4 5-ാമത്തെ സ്പീഡിലിട്ട് ഇതുപോലെ നല്ല വൈറ്റ് കളറിൽ ഫ്ലഫി ആയിട്ട് പൊങ്ങി വരുന്നിടം വരെ ഇതുപോലെ ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് നമുക്ക് ഈ കേക്കിലേക്ക് വേണ്ടത്. ആ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തതിൻ്റെ ശേഷം ജസ്റ്റ് ഫസ്റ്റ് സ്പീഡിലോട്ടൊന്ന് മിക്സ് ചെയ്യുക മാത്രമേ ചെയ്യാവുള്ളൂ. ചിലപ്രാന്ന് മിക്സ് ചെയ്യരുത്. എന്നിട്ട് ഞാൻ നമ്മുടെ ഒരു കുക്കർ അടുപ്പത്തെടുത്ത് വെക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ, ഒരു കുക്കർ തന്നെ നല്ല ഏതെങ്കിലും ഒരു പാത്രം ഹൈ ഫ്ലെയിമിൽ നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു റിങ്ങും കൂടെ ഇറക്കി കൊടുത്തിട്ട് അടച്ചു വെക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രീഹീറ്റ് ആവാനാണ്. എന്നിട്ട് ആ ഒരു നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് ആദ്യം എടുത്തു വെച്ച മൈദ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. ആദ്യം കുറച്ച് മൈദ ചേർത്ത് കൊടുത്തു. ഇതുപോലെ കട്ട് ആൻഡ് ഫോൾ മെത്തേഡിൽ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ഇതിലേക്ക് മൊത്തം നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ പാലാണ്. അപ്പോൾ ആ 2 ടേബിൾ സ്പൂണിൻ്റെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തു, മിക്സ് ചെയ്തു. പിന്നെ കുറച്ച് മൈദ ഇടുക, മിക്സ് ചെയ്യുക, പാലൊഴിക്കുക, മിക്സ് ചെയ്യുക. അങ്ങനെ മാറി പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അവസാനം നമ്മൾ എപ്പോഴും മൈദ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ വിസ്ക് വെച്ച് മിക്സ് ചെയ്ത് ആ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നതൊന്നും നമുക്ക് ഇങ്ങോട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവസാനം ഞാൻ സ്പാച്ചുല ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഗ്രീസ് ചെയ്ത് വെച്ച കേക്കിൻ്റെ ടിന്നുണ്ടല്ലോ, അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ആ സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നല്ല രീതിയിൽ ടാപ്പ് ചെയ്യണം കേട്ടോ. ഒരു 10-30-35 തവണ ഞാൻ ടാപ്പ് ചെയ്യും നല്ല രീതിയിൽ, എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ആ കുക്കറിലോട്ട് ഇതങ്ങോട്ട് ഇറക്കി വെക്കുക. കുക്കർ നമുക്ക് ഓൾറെഡി പ്രീഹീറ്റ് ആണല്ലോ. കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക. പിന്നത്തെ ഒരു 20 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ ഇടുമ്പം എനിക്ക് കേക്ക് റെഡിയായി കിട്ടാറുണ്ട്. നല്ല രീതിയിൽ ഈ കുക്കറിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റും കൂടെ എടുത്ത് വെക്കണം കേട്ടോ. പിന്നെ എല്ലാവരുടെയും ഫ്ലെയിം ഒരുപോലെ ആയിരിക്കണം എന്നില്ല. 20 മിനിറ്റ് കഴിയുമ്പോൾ എന്തായാലും നിങ്ങളൊന്ന് തുറന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഈർക്കിലിയോ എന്തെങ്കിലും കൊണ്ടൊന്ന് ജസ്റ്റ് കുത്തി നോക്കണം. അപ്പം ആ ഒരു ഈർക്കിലിയിൽ കേക്ക് പറ്റുന്നില്ല എങ്കിൽ അത് ബേക്ക് ആയെന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം വരിക. അപ്പോൾ പിന്നെ എടുത്തോളുക. 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം കേട്ടോ, വെറുതെ അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കേക്ക് ഓവനൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതാണ് നമ്മുടെ 1/2 kg. നിങ്ങൾക്ക് ഏത് കേക്കിന് വേണം, 1/2 kg വാനില സ്പഞ്ച് വരുന്ന ഏത് കേക്കിന് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അങ്ങനെ ചൂടാറി കഴിയുമ്പോഴത്തേക്ക് ആ ബട്ടർ പേപ്പറൊക്കെ ജസ്റ്റ് ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് നൈഫ് കൊണ്ടൊന്ന് വെടിയിപ്പിച്ച് കൊടുത്തിട്ട് നമ്മുടെ കേക്ക് റെഡി.